ഹായ് ഡിയവൻസ്, എല്ലാവർക്കും ടൂസ് അക്കാഡമിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടു കൂടി സ്വാഗതം. നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കേറ്റഡ് കാറ്റഗറി 3 ഇംഗ്ലീഷിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾക്ക് അറിയുന്നത് പോലെ തന്നെ നമ്മുടെ പ്രിപ്പറേഷൻസിന് ഏറ്റവും അധികം സഹായിക്കുന്നതും ഏറ്റവും അധികം കോംപ്ലിമെന്റ് ചെയ്യുന്നതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ നോക്കുന്നതിൽ നിന്നും ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഏരിയാസ്, നമ്മളുടെ സ്റ്റഡീസ് എങ്ങനെ വേണം കൊണ്ടുപോകാനായിട്ട്, നമ്മൾ ടച്ച് ചെയ്യാണ്ട് പോയിട്ടുള്ള ചില കൺസെപ്റ്റുകളും ഒക്കെ നോക്കാനായിട്ട് നമ്മളെ അധികം ഹെൽപ്പ് ചെയ്യുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ ആ ഒരു റാപ്പിഡ് ക്വിക്ക് റിവിഷൻ ആണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പല പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുമുള്ള ക്വസ്റ്റ്യൻസ് ഹാൻഡ് പിക്കായി എടുത്തിട്ട് നമ്മൾ അനലൈസ് ചെയ്ത് പഠിക്കുന്നത്. The phoneme P in the words spin, pin and tip represents the different dash. P എന്ന് പറയുന്ന സൗണ്ട് തന്നെയാണ് സ്പിന്നിലും പിന്നിലും ടിപ്പിലും ഉള്ളത്. പക്ഷെ എല്ലാത്തിന്റെയും പ്രൊനൗൺസിയേഷൻ ഡിഫറെന്റ് ആണ്. അത് എന്താണ്? അലോഫോൺസ് ആണോ, മോർഫീംസ് ആണോ, കൺസണൻസ് ആണോ, ഫൊനീംസ് ആണോ? The different pronunciation of phoneme P in the words spin, pin and tip are called allophones. Allophones എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. അതായത് ഒരു സെയിം സൗണ്ടിന്റെ തന്നെ വേരിയേഷൻ ആണ്, എന്നാൽ അതിന്റെ മീനിങ്സിൽ വ്യത്യാസമൊന്നും ഇല്ല. പ് പിന്നിലുള്ള പിൻ പേവും ടിപ്പിലുള്ള പേവും ആസ്പിറേറ്റഡും അൺആസ്പിറേറ്റഡുമാണ്. ഓക്കെ, ആ സൗണ്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ ആസ്പിറേറ്റഡും അൺആസ്പിറേറ്റഡും ഉണ്ട്. പക്ഷെ സെയിം സൗണ്ടിന്റെ തന്നെ ഡിഫറെന്റ് വേരിയേഷൻസ് ആണ്. അതുകൊണ്ടാണ് അതിനെ നമ്മൾ അലോഫോൺസ് എന്ന് വിളിക്കുന്നത്. Allophones are the different pronunciation of same fundamental sound in a language that does not change the meaning of a word. ആ വേർഡിന്റെ മീനിങ്ങിൽ ആ ഡിഫറെന്റ് പ്രൊനൗൺസിയേഷൻ വരുന്നത് കൊണ്ട് യാതൊരുവിധ വ്യത്യാസങ്ങളും വരുന്നില്ല. സെയിം സൗണ്ടിന്റെ ഡിഫറെന്റ് പ്രൊനൗൺസിയേഷൻസിനാണ് നമ്മൾ അലോഫോൺസ് എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഈ സൗണ്ട്സ് ഡിഫറെന്റ് ആക്കിയിരിക്കുന്നത്? പ പ പിന്നിലെ ഇത് ആസ്പിറേറ്റഡ് ആണ്. നമുക്കൊരു നോട്ടീസബിൾ പഫ് ഓഫ് എയർ എടുക്കുന്നുണ്ട് നമ്മൾ. എന്നാൽ സ്പിന്നില് അത് അൺആസ്പിറേറ്റഡ് ആണ്. നമ്മൾ അവിടെ ഒരു സ്ട്രോങ് പഫ് ഒന്നും എടുക്കുന്നില്ല. ടിപ്പില് അൺറിലീസ്ഡ് ആണ്, മീനിങ് ദാറ്റ് എയർ ഇസ് ഹെൽഡ് ബാക്ക് ആൻഡ് നോട്ട് റിലീസ് വിത്ത് എ ബേഴ്സ്റ്റ്. എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ ഒരു പൊട്ടിത്തെറിയോട് കൂടി ആ ശബ്ദം പുറത്തേക്ക് നമ്മൾ വിടുന്നില്ല. ഇതാണ് ഈ സൗണ്ട്സിൽ വന്നിട്ടുള്ള വ്യത്യാസം. സോ ഒരു സൗണ്ടിന്റെ തന്നെ 3 ഡിഫറെന്റ് സ്റ്റൈലാണ്. ഒരു ഫൊനീമിന്റെ അല്ലെങ്കിൽ ഒരു സൗണ്ടിന്റെ ഡിഫറെന്റ് പ്രൊനൗൺസിയേഷൻസിനാണ് നമ്മൾ മീനിങ്ങിൽ ചേഞ്ച് ഒന്നും വരുന്നില്ല. അങ്ങനത്തെ ഡിഫറൻസിനാണ് നമ്മൾ അലോഫോൺസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ the right answer is the phoneme P in the word spin, pin and tip are called as allophones. Question. This heroine believes that she will never marry but is proud of her matchmaking skills. താഴെ കൊടുത്തിട്ടുള്ള ഹീറോയിൻസ് ജെയിൻ ബെന്നറ്റ്, എലിസബത്ത് ബെന്നറ്റ്, എമ്മ വുഡ്ഹൗസ്. കൊടുത്തിട്ടുള്ള ഹീറോയിൻസിൽ ഒരു ഹീറോയിൻ വിശ്വസിക്കുന്ന, അവൾ കല്യാണം കഴിക്കുന്നില്ല, പക്ഷെ അവൾക്ക് ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാച്ച് മേക്സ് ആക്കാൻ, ഒരാൾക്ക് ഒരാളെ ഇഷ്ടമായാൽ ആ ആളെ അവരുമായിട്ട് ചേർത്ത് വെക്കാൻ അവൾക്ക് വല്ലാത്ത കഴിവുണ്ട് എന്നാണ് ഈ ഒരു ക്യാരക്ടർ വിശ്വസിക്കുന്നത്. എമ്മയാണ്, എമ്മ വുഡ്ഹൗസ് ആണ്. എമ്മ എന്ന് പറയുന്നത് ജെയിൻ ഓസ്റ്റിന്റെ നോവലാണ്. 1815 ഈ ഒരു നോവൽ പബ്ലിഷ് ചെയ്യുന്നത്. കോമഡി ഓഫ് മാനേഴ്സ് എക്സാമ്പിൾ കാറ്റഗറിയിൽ വരുന്ന ഒരു വർക്കാണ് എമ്മ എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റോറി റിവോൾവ് ചെയ്യുന്നത് എമ്മ വുഡ്ഹൗസ് എന്ന് പറയുന്ന ഒരു വെൽത്തി, ബ്യൂട്ടിഫുൾ, പ്രിവിലേജ് യങ് വുമണിലാണ്. എമ്മ ഒരു പെർഫെക്റ്റ് മാച്ച് മേക്കർ ആയിട്ടുള്ള ക്യാരക്ടർ ആയിട്ടാണ് അവൾ പ്ലേ ചെയ്യുന്നത്. അവളുടെ ഫ്രണ്ട്സിനും അക്വൈൻറ്റൻസിനും എല്ലാം തന്നെ അവൾ പെർഫെക്റ്റ് മാച്ച് മേക്സ് കണ്ടുപിടിക്കുന്നുണ്ട്. പക്ഷെ ഈ കഥയിലെ ചില ട്വിസ്റ്റുകൾ മൂലം ചില മിസ്അണ്ടർസ്റ്റാൻഡിങ്സും ചില കോംപ്ലിക്കേഷൻസും ഇവളുടെ മാച്ച് മേക്കിൽ വരുന്നതോട് കൂടിയിട്ടാണ് ഈ നോവലിന്റെ കഥ മുന്നോട്ടേക്ക് പോകുന്നത്. The right answer is Emma Woodhouse. She's the character in the novel Emma by Jane Austen.
The genre of literature which is greatly a mixing up of fantasy and realism. ഫാന്റസിയും റിയലിസത്തിന്റെയും ബ്ലെൻഡ് ആയിട്ട് വരുന്ന ലിറ്റററി ജോണർ ഏതാണ്? പാരഡി, സർറിയലിസം, മെറ്റഫിക്ഷൻ, മാജിക്കൽ റിയലിസം. മാജിക്കൽ റിയലിസം ആണ്. മാജിക്കൽ റിയലിസം എന്ന് പറയുന്നത് ഒരു ലിറ്റററി ജോണറാണ്. റിയൽ വേൾഡിനെയും ഒരു മാജിക്കിനെയും ഫാന്റസിയെയും കൂടി ബ്ലെൻഡ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് വർക്കാണ് മാജിക്കൽ റിയലിസം എന്ന് പറയുന്നത്. ഈ ഇപ്പോ റീസെന്റ് റണ്ണിങ് ആയിട്ടുള്ള ലോക എന്ന് പറയുന്ന സിനിമയിലും നമുക്ക് മാജിക്കൽ റിയലിസത്തിന്റെ എലമെന്റ് വിസിബിൾ ആണ്. അതായത് പാർട്ട് ഓഫ് ദ ഫിക്ഷൻ ഇസ് റിയൽ, പാർട്ട് ഓഫ് ദ ഫിക്ഷൻ ഇസ് അൺറിയൽ. ഒരു റിയൽ വേൾഡിനകത്ത് ഒരു അൺറിയൽ വേൾഡ് സെറ്റ് ചെയ്തേക്കാണ് ഫെയറി ടെയിൽസ് പോലെ. അതായത് നമുക്ക് ഒരു ഫാന്റസി റിയലിസം അതിന്റെ ഒരു ലൈൻ അവിടെ ബ്ലറായി പോകുന്നുണ്ട്. എവിടെയാണ് ആ റിയലിസം വരുന്നത്, എവിടെയാണ് ആ ഒരു ഫാന്റസി വരുന്നത്, നമുക്ക് വിസിബിൾ അല്ല. ലൈൻ ബ്ലർ ആവുന്നുണ്ട്. എന്നാൽ ഇറ്റ് കണ്ടെയ്ൻസ് ബോത്ത് ദ എലമെന്റ്സ് ഓഫ് ഫാന്റസി ആൻഡ് റിയലിസം. സോ ദ റൈറ്റ് ആൻസർ ഇസ് മാജിക്കൽ റിയലിസം. ഹമാഷ്യ ഇൻ ദ ക്യാരക്ടർ ഓഫ് കിങ് ലിയർ. എന്താണ് കിങ് ലിയർ എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ ഹമാഷ്യ? അപ്പൊ നമ്മൾക്കറിയണം ഹമാഷ്യ എന്താണ് എന്ന്. തന്റെ വർക്ക്സിൽ പോയിറ്റിക്സിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഹമാഷ്യ എന്ന് പറയുന്നത് ഒരു ഒരു വർക്കിനെ ട്രാജഡി ആക്കി മാറ്റുന്ന എററാണ്. ഹാംലെറ്റ് ഒരിക്കലും ഒരു ട്രാജഡി ആകില്ലായിരുന്നു. ഹാംലെറ്റിന്റെ എറർ ആയിട്ടുള്ള പ്രോക്രാസ്റ്റിനേഷൻ ഒഴിവാക്കിയിരുന്നുവെങ്കിൽ, തന്റെ മുന്നിൽ വന്ന അവസരങ്ങളെ ഹാംലെറ്റ് പ്രോപ്പറായി യൂസ് ചെയ്തിരുന്നുവെങ്കിൽ, ക്ലോഡിയസിനെ കൊല്ലാൻ കിട്ടിയ അവസരങ്ങൾ ഹാംലെറ്റ് യൂസ് ചെയ്തിരുന്നുവെങ്കിൽ, പ്രോക്രാസ്റ്റിൻ ചെയ്യാണ്ട് ഹാംലെറ്റ് മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഒരിക്കലും ഹാംലെറ്റ് ഒരു ട്രാജഡി ആയിട്ട് മാറില്ലായിരുന്നു. അപ്പൊ ആ ഒരു എററാണ് ആ ഒരു വർക്കിനെ ട്രാജഡി ആക്കി മാറ്റിയത്. സോ ഇവിടെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കിങ് ലിയറിന്റെ ഹമാർഷ്യ എന്താണ്? ഹമാർഷ്യ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രാജിക് ഫ്ലോ, ആ മെയിൻ ക്യാരക്ടറിന്റെ ട്രാജിക് ഫ്ലോ ആണ് അൾട്ടിമേറ്റ്ലി ആ ക്യാരക്ടറിന്റെ ഡൗൺഫോളിലേക്ക് എത്തിക്കുന്നത്. അവിടെ ഈ കിങ് ലിയറിന്റെ ആ ഒരു ഫ്ലോ എന്ന് പറയുന്നത് എക്സസീവ് ആയിട്ടുള്ള പ്രൈഡ്, ഗ്രീഡ്, ജലസ് ഒക്കെയാണ്. ഭയങ്കരമായിട്ട് ഒരു പ്രൈഡ്ഫുൾ ആയിട്ട്, ഒരു പ്രൈഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ഭയങ്കര അഹങ്കാരമോ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് കിങ് ലിയർ. അതാണ് അദ്ദേഹത്തിന്റെ ഫോളിലേക്ക് അദ്ദേഹത്തിനെ എത്തിക്കുന്നത്. കിങ് ലിയറിന്റെ ഹമാഷ്യ ട്രാജിക് ഫ്ലോ എന്ന് പറയുന്നത് അറഗൻസ്, എക്സസീവ് ആയിട്ടുള്ള പ്രൈഡ്, വല്ലാതെ ഫ്ലാറ്ററിയില് വിശ്വസിച്ച് അത് മിസ്ജഡ്ജ് ചെയ്ത്, അതാണ് അദ്ദേഹത്തിന്റെ ലോയൽ ഡോട്ടർ ആയിട്ടുള്ള കോഡീലിയനെ അദ്ദേഹത്തിന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിക്കാണ്ട് പോകുന്നത്. മറ്റു മക്കളുടെ ഫ്ലാറ്ററിയിൽ അദ്ദേഹം വിശ്വസിച്ച് പോയി അദ്ദേഹത്തിന്റെ ഡൗൺഫോളിലേക്ക് എത്തിക്കുന്നത്. അതാണ് ഇവഞ്ച്വലി അദ്ദേഹത്തിന്റെ പവർ നഷ്ടപ്പെടാനും അദ്ദേഹത്തിന്റെ ഫൈനൽ സഫറിങ്സിനെല്ലാം കാരണമായി മാറിയത്. The Hamash in the character of King Lear is pride. The essay that influenced the theatre of absurd. Theatre of absurd നെ influence ചെയ്ത essay ഏതാണ്? The Outsider, Myth of Sisyphus, Being and Nothingness, Nihilism. Absurd theatre എന്ന് പറയുന്നത് പോസ്റ്റ് വേൾഡ് വാർ സെക്കൻഡിൽ ഒരു തിയേറ്ററിക്കൽ മൂവ്മെന്റ് ആയി വന്ന ഒരു കാര്യമാണ് അബ്സേർഡ് തിയേറ്റർ എന്ന് പറയുന്നത്. അബ്സേർഡ് തിയേറ്റർ കൂടുതലും എംഫസൈസ് ചെയ്യുന്നത് ഹ്യൂമൻ എക്സിസ്റ്റൻസിന്റെ മീനിങ്ലെസ്നെസ്സും അതുപോലെ തന്നെ ആ പോസ്റ്റ് വേൾഡ് വാർ സമയത്ത് ഉണ്ടായിട്ടുള്ള ട്രോമയും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു സ്റ്റൈൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര കയോസ് ആയിട്ടുള്ള, ഒട്ടും ലോജിക്കൽ കണക്ഷൻസ് ഇല്ലാത്ത പ്ലോട്ടും, ഈ യൂണിവേഴ്സിൽ തന്നെ ജീവിക്കുന്നതിൽ മീനിങ്ലെസ് ആയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്നതിൽ ഉള്ള പ്രശ്നങ്ങളും ഒക്കെയാണ് പറയുന്നത്. ഈ ഒരു തിയേറ്റർ ഓഫ് അബ്സേർഡിന് ഏറ്റവും അടുത്തരമാകിയത് ആൽബർട്ട് ക്യാമുവിന്റെ 1942 ഇറങ്ങിയിട്ടുള്ള ഒരു എസ്സേ ആണ് ദ മിത്ത് ഓഫ് സിസിപ്പസ്. ഈ എസ്സേയും ഔട്ട്ലൈൻ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഹ്യൂമൻ എക്സിസ്റ്റൻസ് ഇസ് ഫണ്ടമെന്റലി മീനിങ്ലെസ്. മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് മീനിങ്ലെസ് ആണ്. പ്രത്യേകിച്ച് ഒരു ഇൻഹെറന്റ് ആയിട്ടുള്ള ഒരു പേർപ്പസ് ഒന്നും ഇല്ല എന്നാണ് ഈ എസ്സേയും പറഞ്ഞു വെക്കുന്നത്. തിയേറ്റർ ഓഫ് അബ്സേർഡിന് അടുത്തറമാക്കിയ ഒരു ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള എസ്സേ ആണ് മിത്ത് ഓഫ് സിസിപ്പസ് ബൈ ആൽബർട്ട് ക്യാമു. അടുത്ത ക്വസ്റ്റ്യൻ,
Uh, if you get an opportunity to teach a visually challenged student along with normal students, ഒരു ഇൻക്ലൂസീവ് ക്ലാസ് റൂം ആണ് ഉദ്ദേശിക്കുന്നത്. ഇത് ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഡിഫറെന്റ്ലി ഗിഫ്റ്റഡ് ആയിട്ടുള്ള കുട്ടികൾക്കൊപ്പം നോർമൽ കുട്ടികളെ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ, അത് വിഷ്വലി ചലഞ്ചഡ് ആയിട്ടുള്ള കുട്ടിയാണെങ്കിൽ, വിച്ച് കൈൻഡ് ഓഫ് ട്രീറ്റ്മെന്റ് വുഡ് യു ലൈക്ക് ടു ഗീവ് ഹിം ഓർ ഹെർ ഇൻ ദ ക്ലാസ്? ഡോണ്ട് ഗീവ് എക്സ്ട്രാ അറ്റൻഷൻ ബിക്കോസ് മെജോറിറ്റി ഓഫ് ദ ക്ലാസ് മേ സഫർ. ആ കുട്ടിക്ക് മാത്രം പ്രത്യേകിച്ച് അറ്റൻഷൻ കൊടുക്കരുത്, കാരണം ക്ലാസ്സിലുള്ള നോർമൽ കുട്ടികൾക്ക് അത് പ്രശ്നമായിട്ട് വരും. ഡോണ്ട് യൂസ് എനി ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് ഇൻ ദ ക്ലാസ് റൂം. ക്ലാസ് റൂംസിൽ ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് യൂസ് ചെയ്യരുത്. You will think that you cannot do anything because you are not trained to teach such students. നിങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, കാരണം അങ്ങനത്തെ കുട്ടികളെ പഠിപ്പിക്കാനുള്ള ട്രെയിനിങ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. Arrange the seat in front of row and try to teach at the pace appropriate to the student. കുട്ടിക്ക് വേണ്ടി ഒരു സീറ്റ് ഫ്രണ്ടിൽ കൊടുക്കുക, ആ കുട്ടിക്ക് ഇങ്ങോട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ക്ലാസ് എടുക്കുക. ഇത് ആക്ച്വലി നമ്മളുടെ ടീച്ചിങ് എബിലിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടും. ഇതൊരു ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻ ആണ്. അതായത് നമ്മൾ പഠിച്ചിട്ടുള്ള നമ്മുടെ തിയററ്റിക്കൽ നോളജ് നമുക്ക് അപ്ലൈ ചെയ്യാൻ കിട്ടുന്ന ഒരു സിറ്റുവേഷൻ ആണ്. നിങ്ങൾ എന്ത് ചെയ്യും? നമുക്കറിയാം, വിഷ്വലി ചലഞ്ചഡ് ആയിട്ടുള്ള കുട്ടികൾക്കാണെങ്കിൽ നമുക്ക് അവിടെ കുറെ ടീച്ചിങ് സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. ചെറിയ രീതിക്കുള്ള വിഷ്വൽ ഡിഫിക്കൽറ്റി ഉണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്ന രീതിക്ക് വിസിബിൾ ആകുന്ന രീതിക്കുള്ള റൈറ്റിംഗ്സ് ഉപയോഗിക്കുക. പിന്നെ അവർക്ക് മനസ്സിലാവുന്ന രീതിക്കുള്ള ജസ്റ്റേഴ്സും ഫേഷ്യൽ എക്സ്പ്രഷൻസും ഒക്കെ ഉപയോഗിക്കുക. ഓഡിറ്ററി ക്ലൂസ് കൊടുക്കുക. അതായത് വിഷ്വലി ആണല്ലോ അവർക്ക് പ്രശ്നം, അപ്പോൾ ഓഡിറ്ററി ക്ലൂസ് അവർക്ക് കൊടുക്കുക, വെർബൽ പ്രോംപ്റ്റ് കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാം. പിന്നെ അവരെയും കൂടി നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഹാൻഡ് ഓൺ ലേണിംഗ് കൊടുക്കുക. അവർക്ക് കാണാൻ പറ്റില്ലെങ്കിൽ അവർക്ക് തൊട്ട് മനസ്സിലാക്കുന്ന രീതിക്ക് കാര്യങ്ങൾ കൊടുക്കുക. വേണമെങ്കിൽ നമ്മൾ പഠിപ്പിക്കാൻ പോകുന്ന കാര്യം കുറച്ചുകൂടെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണെങ്കിൽ പ്രൊവൈഡ് ഇൻഫോർമേഷൻ ഇൻ അഡ്വാൻസ്. അപ്പൊ അവർക്ക് ആംബിൾ ആയിട്ട് പ്രിപ്പയർ ചെയ്തതിനു ശേഷം ക്ലാസ്സിൽ വരാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ മെത്തേഡ്സ് യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഇതിനകത്ത് നമുക്ക് ഓപ്ഷൻ പിക്ക് ചെയ്യാൻ പറ്റുന്നത്, ആ കുട്ടിക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു സീറ്റ് ഫ്രണ്ടിൽ നമ്മൾ പിക്ക് ചെയ്തതിനു ശേഷം ആ കുട്ടിക്ക് ഇങ്ങോട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ക്ലാസ് എടുക്കുക. Arrange a seat in front of row and try to teach at a pace appropriate to the student. Question. The feminist who declared, "One is not born a woman but rather becomes one." Simone de Beauvoir, Elaine Showalter, Mary Wollstonecraft, Malala Yousafzai. നമുക്ക് ഫെമിനിസ്റ്റ് വേവ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിഫറെന്റ് വേവ് ആയിട്ടാണ് ഫെമിനിസം വന്നത്. ഫസ്റ്റ് വേവ്, സെക്കൻഡ് വേവ്, തേർഡ് വേവ് ആൻഡ് ഫോർത്ത് വേവ് ഇപ്പൊ റണ്ണിംഗ് ആണ്. ഫസ്റ്റ് വേവ് എന്ന് പറയുന്നത്, ഈ ഒരു വേവിൽ സ്ത്രീകൾ കൂടുതലും അവരുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിന് വേണ്ടി, എസ്പെഷ്യലി റൈറ്റ് ടു വോട്ട്, റൈറ്റ് ഫോർ പ്രോപ്പർട്ടി, ഇതിനൊക്കെ വേണ്ടിയാണ് അവർ വാദിച്ചത്. സെക്കൻഡ് വേവ് വന്നു കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടെ ഒരു ലീഗൽ റൈറ്റിനപ്പുറം കുറച്ചും കൂടെ ഒരു ജെൻഡർ റോൾസിന് വേണ്ടി അവർ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. അവിടെ അവർക്ക് വർക്ക് പ്ലേസിൽ കാണുന്ന ഇൻഇക്വാലിറ്റിയും ഫാമിലി റോൾസിലുള്ള ഈ ഒരു ഡിഫറൻസും കാര്യങ്ങളും ഒക്കെ അവർ ക്വസ്റ്റ്യൻ ചെയ്തു. തേർഡ് വേവ് വന്നപ്പോ അവർ കുറേയും കൂടി ഫോക്കസ്ഡ് ആക്കിയത് അവരുടെ ഇൻഡിവിജ്വാലിറ്റിക്കൊക്കെ വേണ്ടിയിട്ടായിരുന്നു. ഫോർത്ത് വേവ് ഇപ്പൊ നമ്മൾ ഈ കാണുന്ന ഡിജിറ്റൽ ആക്ടിവിറ്റീസും ഒക്കെയാണ്, മീ ടു ക്യാമ്പയിൻസും ഒക്കെയാണ്. അപ്പോൾ ഈ ഓരോ വേവ്സിലും ഓരോ പെർട്ടിക്കുലർ റൈറ്റേഴ്സ് ആണ് ഇതിനു വേണ്ടി കൂടുതലായിട്ടും അതിന്റെ അവർ വാദിച്ച കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചത് ഈ റൈറ്റേഴ്സിന്റെ റൈറ്റിംഗ്സ് ആയിരുന്നു. ണെങ്കിൽ ഫസ്റ്റ് വേവിൽ ഉണ്ടായിരുന്ന റൈറ്റേഴ്സ് ആണ് എലിസബത്ത് കാരി സ്റ്റാൻഡൺ, സൂസൻ ബി ആന്റണി, ഇവരൊക്കെ. സെക്കൻഡ് വേവിലാണ് ബെറ്റി ഫ്രീഡനും ഗ്ലോറിയ ഒക്കെ വന്നത്. തേർഡ് വേവിലാണ് ആലീസ് ബുക്കർ ഒക്കെ വന്നത്. ഫോർത്ത് വേവ് ഇപ്പൊ നമ്മൾ കാണുന്ന സോഷ്യൽ മീഡിയ നടക്കുന്ന ക്യാമ്പയിൻസും കാര്യങ്ങളൊക്കെയാണ്. സിമോൺ ദി ബോവർ എന്ന് പറഞ്ഞ എഴുത്തുകാരി വന്നത് സെക്കൻഡ് വേവിലാണ്. ഈ സെക്കൻഡ് വേവിന്റെ തന്നെ ഒരു ഫൗണ്ടേഷണൽ ബുക്ക് എന്ന് പറയാൻ പറ്റുന്ന ഒരു ബുക്കാണ് സിമോൺ ദി ബോവിന്റെ സെക്കൻഡ് സെക്സ് എന്ന് പറയുന്ന ബുക്ക്. ഇതിനകത്ത് ആക്ച്വലി ഇവര് സ്ത്രീകൾ അനുഭവിക്കുന്ന ഓപ്പറേഷനും അതർ എന്ന് പറയുന്ന ഒരു കാറ്റഗറീനെയും സൊസൈറ്റി കൊടുക്കുന്ന സൊസൈറ്റൽ റോൾസിനെ ഒക്കെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നത്. വൺ ഈസ് നോട്ട് ബോൺ ബട്ട് ബിക്കംസ് എ വുമൺ. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കോയിൻ ചെയ്തത് തന്നെ സെക്കൻഡ് വേവിൽ ഉണ്ടായിരുന്ന സിമോൺ ദി ബോവർ. അവരുടെ ഫൗണ്ടേഷണൽ ബുക്ക് ആയിട്ടുള്ള സെക്കൻഡ് സെക്സിലാണ് ഇത് വന്നത്. ഇത് അസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ വുമൺ എന്ന് പറയുന്നത് നമ്മുടെ ബയോളജിക്കൽ ഡെസ്റ്റിനി അല്ല, സൊസൈറ്റി കൊടുക്കുന്ന ഒരു സ്റ്റേറ്റസ് ആ. ഇഫ് യു ആർ എ വുമൺ യു ഹാവ് ടു ബി ലൈക്ക് ദിസ് എന്ന് പറഞ്ഞ് സൊസൈറ്റിയാണ് ഡിഫൈൻ ചെയ്യുന്നത് സ്ത്രീനെ.
Right answer is Simone de Beauvoir. The concept of lad was proposed by whom? Leonard Bloomfield, Noam Chomsky, M.A. Halliday, ഫെർഡിനാൻഡ് ഡി സ്വഷ്വർ. ലാഡ് എന്ന് പറയുന്നത് LAD, ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്. ഈ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നത് ആരാണ്? ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് എന്ന് പറഞ്ഞ ഈ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നത് നോം ചോംസ്കിയാണ്. ചോംസ്കി പറയുന്നത് എവറി ഹ്യൂമൻ ബീയിങ് ഇസ് ബോൺ വിത്ത് എൻ ഇന്നീറ്റ് എബിലിറ്റി ടു ലേൺ ലാംഗ്വേജ്. അതാണ് ലാഡ് എന്ന് പറയുന്നത്. ലാഡ് എന്ന് പറയുന്ന ഈ ഒരു മെന്റൽ ഓർഗനുമായിട്ടാണ് ഓരോ വ്യക്തിയും ജനിക്കുന്നത്. അതുകൊണ്ടാണ് കുട്ടികൾക്ക് ഇത്ര പെട്ടെന്ന് ലാംഗ്വേജ് അക്യൂർ ചെയ്യാനും അത് റിപ്രൊഡ്യൂസ് ചെയ്യാനും മനസ്സിലാക്കാനും സാധിക്കുന്നത്. സോ ലാഡ് എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റ് പ്രപ്പോസ് ചെയ്തത് നോം ചോംസ്കിയാണ്. പ്രീവിയസ് ഇയറിൽ കണ്ട കുറച്ച് ക്വസ്റ്റ്യൻസിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ച് കൺസെപ്റ്റുകൾ മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്.